സീസൺ 6 വേദിയിൽ മനോഹര ഗാനവുമായി ദ്യുതിക്കുട്ടി എത്തുന്നു. സിഗ്നേച്ചർ ഉണ്ട്, അതൊക്കെ പാടുമ്പോഴത്തേക്കും അത് വേറെ ആരെയും പോലെയല്ല. ആദ്യ ആലാപനത്തിൽ അത്ഭുതപ്പെടുത്തി ദ്യുതി. ഉള്ളടക്കം എന്ന ചിത്രത്തിന് വേണ്ടി കെ യേശുദാസ് ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിച്ചത്. 7 വയസ്സുള്ള ആളാണ് ഇത് പാടണമെന്ന് ഓർക്കണം. ആ നീലവാർമുകിൽ അവിടെ നിന്ന് പാടിയ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് 7 വയസ്സിൽ എങ്ങനെ സാധിക്കുന്നു എത്ര ആലോചിച്ചിട്ട് പിടി കിട്ടുന്നില്ല. ദ്യുതിക്കുട്ടി ഏവരെയും അത്ഭുതപ്പെടുന്ന പ്രകടനമാണ് വേദിയിൽ കാഴ്ചവെച്ചത്. ലോക സിനിമയിലൂടെ നമ്മുടെയും പ്രിയങ്കരിയായി മാറിയ നീലിക്കുട്ടി കമന്റ് സെക്ഷനിൽ പറയാൻ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നെക്കാട്ടിയും ചെറിയ ഉണ്ണിയാണ്, പക്ഷെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. തുടർന്ന് പാലായിൽ നിന്ന് പാടാനെത്തിയ സാംസോണി അതിമനോഹര പ്രകടനമാണ് കാഴ്ചവെച്ചത്. 3 വയസ്സുള്ളപ്പോൾ മുതൽ ഞാനൊരു സിംഗിൾ പാരന്റാണ്. അതിന്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് അറിഞ്ഞാണ് അവൻ വളർന്നത്. സാംസോണി ഏവരെയും ഞെട്ടിക്കുന്ന പ്രകടനമാണ് വേദിയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്റെ മോന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു നല്ല പാട്ടുകാരനാകണം എന്നുള്ളതാണ്. സാമിന്റെ ആഗ്രഹം നേടിയെടുക്കുന്നത് വരെ ഞാൻ സാമിന്റെ കൂടെ തന്നെ ഉണ്ടാവും. മകന് വേണ്ടി എല്ലാം ത്യജിച്ച് ഒരു സ്വപ്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഇവരെത്തിയിരിക്കുന്നത്. എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി തന്റെ സ്വപ്നങ്ങൾ ത്യജിച്ച് എന്നോടൊപ്പം നിൽക്കുന്ന ഒരാളുണ്ട്, എന്റെ അമ്മ. സീസൺ 6 വേദിയിൽ അരങ്ങേറുന്ന മനോഹര നിമിഷത്തിനായി നാം ഏവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കുക. പലതും ആ മുഖത്തോട്ടേക്ക് നോക്കുമ്പോഴേ നമുക്കൊരു സമാധാനം തോന്നുക. ചെറിയ പെർഫോമൻസ് ഇങ്ങനെയൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമാണോ?